അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, കരുണ വറ്റുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും അവരവർക്ക് വേണ്ടി മാത്രം ആലോചിക്കുന്നു. അവരവരുടെ കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൽപ്പിക്കുന്നു. തീർത്തും സ്വാർത്ഥമായ ഒരു സമൂഹമാണ് വളർന്നു വരുന്നത്. അയൽപ്പക്കത്തുള്ളവരെയും ഉറ്റവരെയും ഉടയവരെയും അറിയാനും അന്വേഷിക്കാനും അധികം ആളുകൾക്കും നേരമില്ല. ഏറെ ദുരന്തപൂർണമായ ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം നാം വായിച്ചത്. വൃദ്ധ ദമ്പതികൾ മരണപ്പെട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും അയൽവാസികൾ പോലും അറിഞ്ഞില്ല. നാട്ടുകാരും അന്വേഷിച്ചില്ല. കാഴ്ചയില്ലാത്ത ഭാര്യയെ പരിചരിച്ച് വയോധികനായ ഭർത്താവ് വീട്ടിൽ കണിയും തുണയുമായ അദ്ദേഹം മരണപ്പെട്ട് ഇരിപ്പിടത്തിൽ തന്നെ ആയപ്പോൾ കാഴ്ചയും ബോധവും ഇല്ലാത്ത പ്രിയ പത്നിയും വിഷന്നും ക്ഷീണിച്ചും അവിടെ തന്നെ മരിച്ചു വീണു. പ്രാഥമികമായ വാർത്ത നമ്മോട് നൽകിയ വിവരങ്ങൾ ഇതൊക്കെയാണ്. മഹല്ലുകാരും നാട്ടുകാരും ഇതൊന്നും അറിഞ്ഞില്ല എന്നത് ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഏറ്റവും ഗുരുതരമായത് അയൽപ്പക്ക ബന്ധങ്ങൾ പോകുന്നു എന്നതാണ്. അയൽപ്പക്കത്തെ ദുഃഖവും സന്തോഷവും അരിഷ്ടതകളും അറിഞ്ഞിരിക്കേണ്ടത് മതപരമായി തന്നെ നിർദ്ദേശിക്കപ്പെട്ട പുണ്യകർമ്മമാണ്. അവർക്ക് ക്ഷേമകരമായ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കേണ്ടത് പരലോകത്തെ വിജയം ലഭിക്കുന്ന മഹത്തായ ആരാധനയാണ്. കാതുമുളച്ച കാലം മുതൽ കേട്ടുവരുന്ന ഒരു മൊഴിയുണ്ട്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നാം വയറു നിറച്ച് ഉറങ്ങിയാൽ പ്രവാചകൻ്റെ അനുയായികൾ പെടുകയില്ല എന്ന്. എത്രമേൽ കൃത്യമായ ഒരു ഉണർത്തലാണിത്. നമ്മുടെ അയൽപ്പക്കങ്ങളെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കണം എന്ന ഒരു നിർദ്ദേശം കൂടി ഈ സന്ദേശം ഉൾക്കൊള്ളുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ വരുമ്പോൾ എല്ലാ അയൽപ്പക്ക ബന്ധം സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്താറുണ്ട്. അനന്തരാവകാശം കൂടി അവർക്ക് നൽകണമെന്ന് പറയുമോ എന്ന് തോന്നും വിധമായിരുന്നു ഓരോ സമയത്തെയും ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ഉണർത്തൽ. നമുക്ക് നമ്മുടെ അയൽപ്പക്കത്തെ എത്ര വീട്ടുകാരുടെ നിജസ്ഥിതി അറിയും? നാം അറിഞ്ഞ കഷ്ടതകൾ പരിഹരിക്കാൻ നാം ഇടപെടാറുണ്ടോ? അയൽവാസികൾ എന്ന നിലയിൽ രോഗികളെ സന്ദർശിക്കുകയും ആശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാവുകയും ചെയ്യാറുണ്ടോ? അത്തരം ഒരു വിചാരം നമ്മുടെ വീട്ടിലും മക്കളിലും വളർന്നു വരുന്നുണ്ടോ? അകലെയുള്ള ബന്ധുക്കളെക്കാൾ കടപ്പാടുള്ളവരാണ് ബന്ധുക്കളല്ലാത്ത അയൽവാസികൾ എന്ന് നാം തിരിച്ചറിയാറുണ്ടോ? 4 ഭാഗത്തേക്കും 40 വീടുകൾ നമ്മുടെ തൊട്ടടുത്ത അയൽവാസികളാണെന്ന അയൽപ്പക്ക വിചാരം നമ്മളിൽ എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? വയോധികരായ ആളുകൾ ഒറ്റപ്പെടുകയോ അവഗണിക്കപ്പെടുകയോ ആശ്രയ കേന്ദ്രങ്ങളിൽ തള്ളപ്പെടുകയോ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. നാളെ നമുക്കും പ്രായം വർദ്ധിക്കും എന്ന വിചാരം നമ്മെ അലട്ടേണ്ടതല്ലേ? നാം ചിലർക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുമ്പോഴേ നമുക്ക് വേണ്ടിയും ആളുകൾ ഉണ്ടാകൂ എന്ന് ഒരു മറുവിചാരം നമ്മെ സ്വാധീനിക്കേണ്ടതുണ്ടല്ലോ. പ്രായമുള്ളവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരോട് വാത്സല്യം പുലർത്താത്തവരും എന്നിൽ പെട്ടവരല്ല എന്ന പ്രവാചക പാഠം നമുക്ക് പ്രയോഗിക്കാനുള്ളതല്ലേ? നമ്മുടെ അയൽവാസികൾ ഇന്ന് പട്ടിണിയിൽ അല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് മനസ്സമാധാനത്തോടുകൂടെ ഉറങ്ങാൻ കഴിയണം. എൻ്റെ വീട്ടിലും പരിസരത്തുമുള്ള വയോധികർ അവഗണന അനുഭവിക്കുന്നില്ല എന്ന സമാധാനത്തോടെ നമുക്ക് ദിവസങ്ങൾ മുന്നോട്ട് പോകാനാവണം. ഇന്നത്തെ ഉസ്റയിൽ നമുക്ക് ഈ പ്രതിജ്ഞകളോടെ ഈ വായന അവസാനിപ്പിക്കാം. അയൽപ്പക്ക ബന്ധങ്ങൾ ഭദ്രമായി നിലനിൽക്കാൻ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഓരോ ദിവസവും ഓരോ അയൽവാസിയുടെയെങ്കിലും ക്ഷേമാന്വേഷണം നടത്തുക. അയൽപ്പക്കത്തെ രോഗികളെയും പ്രായം ചെന്നവരെയും സന്ദർശിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുക. അയൽവാസിയുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് സ്വകാര്യമായി പരിഹരിച്ചു കൊടുക്കുക. അവരുടെ സങ്കട സന്ദർഭങ്ങൾ ഉചിതമായ വിധത്തിൽ സന്ദർശിക്കുകയും ഭാഗമാക്കുകയും ചെയ്യുക. അയൽവാസിക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസം ഉണ്ടാകാതിരിക്കുക. അയൽവാസിക്ക് കുടിവെള്ള ക്ഷാമമുണ്ടെങ്കിൽ നാം അങ്ങോട്ട് ചെന്ന് പരിഹരിച്ചു കൊടുക്കുക. ഈ താഴെയുള്ള ദിക്റുകൾ ചൊല്ലി നമുക്ക് അവസാനിപ്പിക്കാം.